ഇടുക്കിയിൽ സ്പാത്തോഡിയ മരങ്ങൾ പൂവിട്ടു തുടങ്ങി. മലനിരകളിലും തേയിലത്തോട്ടങ്ങളിലും കാട്ടുതീ പടരും പോലെയുള്ള കാഴ്ചയാണ് ഇത് സമ്മാനിക്കുന്നത്. ശക്തമായ തുലാവർഷ മഴയിലും മരങ്ങൾ പൂവിട്ട് നിൽക്കുന്നത് മനം മയക്കുന്ന കാഴ്ച തന്നെയാണ്. പച്ചപ്പിന്റെ നടുവിൽ മഞ്ഞ നിറത്തിൽ പൂത്തുനിൽക്കുന്ന സ്പാത്തോഡിയ മരങ്ങൾ ആരെയും ആകർഷിക്കും. ഓറഞ്ചും മഞ്ഞ നിറവും ഇടകലർന്ന പൂക്കൾ. വഴിയരികിലും തേയിലക്കാടുകൾക്ക് നടുവിലും പൂക്കൾ ഒരുക്കുന്നത് കാഴ്ചയുടെ വർണ്ണവിസ്മയം. തേയിലക്കാടുകൾക്കിടയിലൂടെ നമ്മളിപ്പോൾ മൂന്നാറിലേക്ക് പോകുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചയാണ് പൂത്തു നിൽക്കുന്ന സ്പാത്തോഡിയ മരങ്ങൾ. ഇതിന് ഓറഞ്ച് കളർന്ന ചുവപ്പ് നിറമുള്ള ഈ പൂക്കൾ നമുക്ക് കണ്ണിനെ വളരെ കുളിർമയേകുന്നതാണ്. സ്പാത്തോഡിയ കമ്പാനുലേറ്റ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഇതിൻ്റെ ഇതളുകൾക്ക് ഒരു കൊതുമ്പിൻ്റെ ആകൃതിയിലായതുകൊണ്ടാണ് സ്പാത്തോഡിയ എന്ന പേര് ഇതിന് വരാൻ കാരണം. പിന്നെ ഇതിന് ആഫ്രിക്കൻ ട്യൂലിപ്പ് എന്നൊരു അപരനാമവും കൂടിയുണ്ട്. ഇതിൻ്റെ പൂക്കൾക്ക് ട്യൂലിപ്പിനോട് സാദൃശ്യമുള്ളതുകൊണ്ടാണ് ഇതിന് ആ പേര് വന്നത്. പിന്നെ സ്കൂട്ടുമരം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇടുക്കിയുടെ മലനിരകൾ ഋതുഭേദങ്ങൾക്കനുസരിച്ച് വർണ്ണങ്ങൾ വാരി വിതറുന്നവയാണ്. കാടും മേടും മലനിരകളും ഇപ്പോൾ മഞ്ഞയാണ്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ജാക്രാന്തമങ്ങൾ പൂക്കുമ്പോൾ വയലറ്റ് നിറത്തിലാകും. വിഷുക്കാലമായാൽ അത് കണിക്കൊന്നകളാൽ മഞ്ഞ നിറവുമാകും. കൊതുക് നശീകരണത്തിനായി ബ്രിട്ടീഷുകാർ ആഫ്രിക്കൻ ഉഷ്ണമേഖലയിൽ നിന്നും 19-ാം നൂറ്റാണ്ടിലാണ് സ്പാത്തോഡിയ മരങ്ങൾ ഇവിടെ എത്തിച്ചത്. അതിവേഗം വളരുന്ന മരത്തിന് നിരവധി ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്നും പറയുന്നു. വാദ്യോപകരണമായ ഡ്രംസ് നിർമ്മിക്കാനും സ്പാത്തോഡിയ മരത്തിന്റെ തടിയാണ് ഉപയോഗിക്കുന്നത്. ജനം, ഇടുക്കി.